ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പ്രതിഫലം ലഭിക്കും, കിരീടം ലഭിക്കും, പ്രതിഫലം ലഭിക്കും. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലും ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാന പേജിൽ നാം കാണുന്നത് നമുക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുമെന്നാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തിനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്, തക്കവണ്ണം കൊടുപ്പാൻ കർത്താവ് പ്രതിഫലം തരും. കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരയിൽ നമുക്ക് ലഭിക്കുന്ന കിരീടങ്ങൾ, ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അനവധിയാണ്. അതാണ് പറഞ്ഞത്, കർത്താവ് ഇതിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ലാത്തതാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, നമുക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് കർത്താവ് തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. മറ്റെല്ലാം നാം ചെയ്യുന്ന ശുശ്രൂഷകളോ നാം ചെയ്യുന്ന നന്മപ്രവൃത്തികളോ അതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണം. ക്രിസ്തുവിനുള്ള സ്നേഹം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. അതാണ് തിരുവചനം പറയുന്നത്. തിരുവചനത്തിൽ നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 17-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ചെയ്താൽ അത് ദൈവം കാണാതിരിക്കുകയില്ല. തന്നെയല്ല, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നാം കർത്താവിനുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ആരും അറിയില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. ആത്മീയ ജീവിതത്തിൽ പ്രതിഫലങ്ങളുണ്ട്. നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ. നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് കടന്നുപോയി നിത്യതയിലേക്ക് ചെന്ന് ഒരു ദിവസം ന്യായവിസ്താര നാളിൽ നാം നിൽക്കുമ്പോൾ എല്ലാവരും കേൾക്കെ നമ്മുടെ പാവങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ച് ആപാലവൃദ്ധം എല്ലാവരും കേൾക്കെ കർത്താവ് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുള്ളതായ പുസ്തകങ്ങൾ തുറന്ന്, ഓർമ്മയുടെ പുസ്തകം തുറന്ന് നമ്മുടെ പാവങ്ങൾ എല്ലാം വിശദമായി അതിലെഴുതിയിരിക്കുന്നതെല്ലാം വായിച്ച് കേൾപ്പിച്ച് പോകുകയും നിന്നെ അറിയുന്നില്ല എന്ന് നമ്മോട് പറയേണ്ടി വന്നാൽ എത്രയോ ഭയാനകമായിരിക്കും. അങ്ങനത്തെ സ്ഥിതി ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുകയില്ല. നമുക്ക് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ ഓരോരുത്തരും എല്ലാവരും കേൾക്കേ, എല്ലാവരും നോക്കി നിൽക്കേ നമ്മെ ഇങ്ങനെ ഭീകരമായ നരകാഗ്നിയിലേക്ക് തള്ളിവിടുക എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ല, അങ്ങനെ നിത്യമായ ന്യായവിധി ഒന്നും അങ്ങനെ വരികയില്ല എന്നൊക്കെ ചിന്തിച്ചു പോകും സാധാരണ മനുഷ്യർ. സ്വാഭാവികമാണ്. പക്ഷേ ഈ വചനത്തിൻ്റെ വള്ളിയും പുള്ളിയും പോലും മാഞ്ഞു പോകുകയില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഒന്നും മാറ്റം വരികയില്ല. തീർച്ചയായും നാം ഓരോരുത്തരും ഈ വചനത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും നാം കൃത്യമായി നാം അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവവിശ്വാസം കുറഞ്ഞുപോയി.
ഇന്ന് നമ്മിൽ തന്നെ നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വരുന്നവരായ ആളുകൾക്ക് തന്നെ പലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം ആദ്യകാലത്തുണ്ടായിരുന്ന എരിവും തീഷ്ണതയും ഇന്നുണ്ടോ എന്ന്. ആ ദൈവസ്നേഹം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് നമുക്ക് ചിന്തിച്ച് കാണാൻ സാധിക്കും, നമുക്കതിനെ അറിയാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ച് നോക്കണം, എൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഓരോ ദിവസവും ചെല്ലും തോറും എൻ്റെ കർത്താവിനോടുള്ളതായ സ്നേഹത്തിൽ ഞാൻ വളരുകയാണോ? എൻ്റെ ദൈവത്തോടുള്ളതായ സ്നേഹം എനിക്ക് കൂടിക്കൂടി വരികയാണോ? ക്രിസ്തുവിനുള്ളതായ സ്നേഹം ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. മുഖാമുഖമായി കാണുന്നൊരു ദിവസമുണ്ട്, യേശു ക്രിസ്തുവിന് മുഖാമുഖമായി കാണുന്നൊരു ദിവസമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിന് ശേഷമായിരിക്കാം ഒരു ദിവസം നാം യേശു ക്രിസ്തുവിന് മുഖാമുഖമായി കാണും. രാജാധി രാജാവായി, കർത്താധി കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് ശേഷം 3 നാൾ ഉയർത്തെഴുന്നേറ്റു. അത് നമുക്കറിയാം. 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ വരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, പലവട്ടം പ്രത്യക്ഷനായി. എന്നാൽ അന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഇന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ വിശ്വസിക്കത്തക്കതായ ഒരു കാര്യമാണ് കർത്താവായ യേശു വീണ്ടും വരുമെന്നുള്ളത്. വീണ്ടും വരും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്ക് ഹൃദയത്തിൽ നിങ്ങൾക്ക് അടിച്ചുറപ്പിക്കാം, ഹൃദയത്തിൽ തറപ്പിച്ചുറപ്പിക്കാം. കാരണം യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാണ് നമ്മുടെ ഏക പ്രത്യാശ. ഇന്ന് ഇവിടെ കണ്ണുനീരുണ്ട്, ദുരിതങ്ങളുണ്ട്, യാതനകളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ആവലാധികളുണ്ട്, സങ്കടങ്ങളുണ്ട്, ഇന്നിതെല്ലാം ഉണ്ട്. എന്നാൽ ഇതെല്ലാം മാറുന്നൊരു ദിവസം വരും. എല്ലാം ഇന്ന് പരസ്പര വൈരാഗ്യമുണ്ട്, പരസ്പര ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, നീരസമുണ്ട്, കയ്പുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു നല്ല നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഭാഗ്യമായ പ്രത്യാശ. ഇവിടെ ദുരിതങ്ങളേറുമ്പോൾ നാം ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. എനിക്ക് ജീവിക്കണം. എന്തിനാ? എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. എനിക്ക് അയ്യോ മതി, ഈ ദുഃഖം നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് പോയാൽ മതി, ഈ ദുരിതവും കഷ്ടതയും എത്ര നാളെ ഞാൻ സഹിക്കുന്നത് എന്ന് മനമെടുത്ത് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം അപ്പുറത്ത് ദുരിതമില്ലാത്ത, കഷ്ടതയില്ലാത്ത, ആക്ഷേപമില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു ജീവിതം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു നല്ലൊരു ജീവിതമുണ്ട്. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ആ ദിവസം നാം പുറന്തള്ളപ്പെടുവാനും ഇടവരരുത്, നാം ഉപേക്ഷിക്കപ്പെടുവാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. നാം ആരും കൈവിട്ടു പോകാൻ ഇടവരരുത്. ഞാൻ ഈയിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പുസ്തകം, ലൈഫ് ആഫ്റ്റർ ലൈഫ്. ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ബിയോണ്ട് ഡെത്ത് ഡോർ എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. ബിയോണ്ട് ഡെത്ത് ഡോർ, മരണത്തിൻ്റെ വാതിലിൻ്റെ അപ്പുറം. ഞാനിപ്പോൾ വേറെ പുസ്തകം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. അങ്ങനെ ജീവിതമുണ്ട്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. ഒരു വലിയ മെഡിക്കൽ ഡോക്ടറാണ്, തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്, വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസനാണ് ഈ റെയ്മണ്ട് മോഡി എന്ന് പറയുന്നയാൾ. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ആ പുസ്തകത്തിൽ അതിൻ്റെ ആരംഭത്തിന് പറഞ്ഞിരിക്കുന്നു, മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫിലോസഫിക്കലായിട്ട്, തത്വശാസ്ത്രപരമായി ഞാൻ ചിന്തിച്ച് നോക്കി. ഈ ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഞാൻ. എൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സ് കൊണ്ട്, എൻ്റെ തത്വശാസ്ത്രപരമായ എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാനെല്ലാം വിശകലനം ചെയ്ത് നോക്കി. ഞാൻ വിശകലനം ചെയ്തു. എനിക്ക് വാസ്തവത്തിൽ അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി വന്നത്. അങ്ങനെയാണ് ഞാൻ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണത്തിന് ശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികളെക്കുറിച്ച് അവരെ പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചിലർ ക്ലിനിക്കലി ഡെഡായിട്ട്, വാസ്തവത്തിൽ മരിച്ചുപോയി, ക്ലിനിക്കലി ഡെഡാണ്. അങ്ങനെയുള്ളവരെ ഞാൻ റിസസിറ്റേറ്റ് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ വീണ്ടും പറയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട്. അത് ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് ഇതൊന്നും എല്ലാം ഇതൊക്കെ വെറുതെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു, വേദപുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നൊക്കെ പറയുന്നേ ഉള്ളൂ, അതൊന്നും കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം പറയുന്നത് ഓരോന്ന് ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, എത്രയെത്ര അനുഭവങ്ങൾ, 86 പേരുടെ അനുഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഈ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച്, മരിച്ചുപോയതിന് ശേഷം റെസിസിറ്റേഷൻ ചെയ്തപ്പോൾ ജീവൻ കിട്ടി വന്നവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനോഹരമായ പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഒരു മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരനുഭവമുണ്ട്, ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം നാം എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. എന്നാണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ വയ്യാതുള്ളൂ. ഒരു ദിവസം നാം കടന്നു പോകും. നാം കടന്നു പോയതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ കടന്നു പോയതിന് ശേഷം ഒരു ന്യായവിധിയുമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9:28 പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും കടന്നു പോകും.
ആരും സംശയിക്കേണ്ട, ഒരു ദിവസം നാം കടന്നു പോകും, സംശയമില്ലല്ലോ. എന്നാൽ നാം എല്ലാവരും കടന്നു പോകും. പിന്നീട് ഒരിക്കൽ മരണം കഴിഞ്ഞിട്ടോ ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ്. അത് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. മരണമുണ്ട്, ന്യായവിധിയുണ്ട്. ന്യായവിസ്താര ദിവസത്തിൽ ഞാനും നിങ്ങളും ചെല്ലും. അന്ന് നാം പ്രതിഫലം വാങ്ങാൻ പറ്റുമോ, അതോ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടുമോ? ഇതാണ് ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കാനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. ഈ ഭൂമിയിൽ എനിക്ക് ആയുസ്സുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനപ്പുറത്ത് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതിനപ്പുറത്ത് എനിക്ക് ഒന്ന് മാനസാന്തരപ്പെടാൻ സാധിക്കുകയില്ല. മരണത്തിന് ശേഷം എനിക്ക് മനം തിരിയാൻ സാധിക്കുകയില്ല. മരണത്തിന് ശേഷം എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. മരണത്തിന് ശേഷം എനിക്ക് ശുദ്ധീകരണം കിട്ടുകയില്ല. കാരണം മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ല. ദൈവത്തിന് സ്തോത്രം. മരണത്തിന് ശേഷം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കുറ്റബോധം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് തകർന്ന ഹൃദയം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് അനുതാപം തരുന്നത്. പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു രണ്ടാമത്തെ വരവോടുകൂടി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിത്യനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണോ? ഇന്ന് നമുക്ക് ഈ കൂട്ടായ്മയിൽ കൂടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നമ്മെ ആകർഷിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ ഒരു കൂട്ടായ്മയോ അല്ല നിങ്ങളെ ആകർഷിക്കുന്നത്. ആരുമല്ല. നിങ്ങളെ ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ച് കൂട്ടിച്ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് നിത്യനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ സ്നേഹപൂർവമായ നിർബന്ധത്താലാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും വിലപ്പെട്ടവരാണെന്ന്. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വചനം കേൾക്കാൻ ആർത്തി തരുന്നു. വചനം കേൾക്കാൻ ആഗ്രഹം തരുന്നു. വചനം കേട്ടാൽ അത് മനസ്സിലാക്കാനുള്ള കൃപ തരുന്നു. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുന്നു. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉരുകുന്നു. എന്താണ് കാരണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യനുമല്ല പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരാളുടെയും പ്രസംഗം കൊണ്ടൊന്നും ആരും മാനസാന്തരപ്പെടുകയില്ല. ഒരാൾ എന്തെല്ലാം വിശദമായിട്ട് പറഞ്ഞാലും മാനസാന്തരം കിട്ടുകയില്ല. മാനസാന്തരം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണമേ. എനിക്ക് ഒരു മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ഞാൻ ദുഃഖിതനായി, ഞാൻ തലതാഴ്ത്തി ലജ്ജിതനായി എല്ലാവരും കാണുകയും ഞാൻ ഇറങ്ങിപ്പോകാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. വലിയൊരു മഹാസദസ്സാണ് അവിടെ ഉള്ളത്. വലിയൊരു മഹാസദസ്സ്. പ്രിയപ്പെട്ടവരെ, ആ മഹാസദസ്സ് അത് നിത്യമായി ന്യായവിധിയുടെ സദസ്സാണ്. ന്യായവിധി ആബാലവൃത്തം എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആബാലവൃത്തം സകല മനുഷ്യരും അവിടെ ന്യായാസനത്തിന് മുമ്പാകെ വരും എന്നാണ് വേദപുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ അവിടെ കാണാം, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപയാൽ രക്ഷിക്കപ്പെട്ടവരായ അനേക ആളുകളുണ്ട്. എന്നാൽ ആ രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്തതായ അനേക ആളുകളുണ്ട്. ഓരോരുത്തരുടെയും പ്രവൃത്തികളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമുണ്ട്. പുസ്തകങ്ങൾ തുറക്കും. ഈ പുസ്തകങ്ങളെല്ലാം തുറക്കും. ജീവന പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറക്കും. ജീവന പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും. ഇല്ല, പേരില്ലെങ്കിൽ നാം പുറത്തള്ളപ്പെട്ടു പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. തീ പൊയ്യിലേക്ക് തള്ളപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നു. ബലഹീനനായി ഞാൻ ഈ വാക്കുകൾ പറയുന്നു. എന്നാൽ ഞാനും നിങ്ങളും ഒരുപോലെ അഭിമുഖീകരിക്കുന്നതായ ഒരു സംഭവമാണ് മരണശേഷമുള്ള നിത്യത എന്നുള്ളത്. നാം ഓരോരുത്തരും അനുഭവിക്കും. അതൊരുപക്ഷെ അടുത്താണോ അടുകാരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്നാണ് കടന്നു പോകുന്നത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഞാൻ എന്നാണ് എത്ര കാലം ജീവിച്ചിരിക്കും നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ അതൊരു നിത്യസത്യമാണ്, മാറ്റമില്ലാത്ത സത്യമാണ്. മരിക്കും മനുഷ്യനെല്ലാവരും മരിക്കും. ദൈവത്തിന് സ്തോത്രം. പാവം ചെയ്ത് ഈ കാലമെല്ലാം കഴിച്ചു കൂട്ടിയാൽ മതിയോ? ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് തീർത്താൽ മതിയോ? ഈ ലോകമേ ശരണമെന്ന് വിചാരിച്ച് ജീവിച്ചാൽ മതിയോ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ലോക ജീവിതത്തിൽ ഇതെല്ലാമായിട്ട് തട്ടിമുട്ടി അങ്ങനെ ഓരോ ദിവസം കഴിച്ച് അങ്ങ് പോയാൽ മതിയോ? പോരെ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരാത്മാവുണ്ട്. മറ്റ് ജീവികൾക്കൊന്നും ആത്മാവില്ല. മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഇഴജാതികൾക്കോ ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ദൈവം ആത്മാവ് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ള ഒരാത്മാവ്. എന്നാൽ നിർഭാഗ്യവശാൽ നാം പാവം ചെയ്ത് ആ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തിയതുകൊണ്ട് നമ്മിൽ ഇപ്പോൾ അവകാശം നിൽക്കുന്ന പിശാചാണ്. പിശാച് അവകാശം പറയുന്നതുകൊണ്ട് പിശാചിൻ്റെ സ്വരൂപമായി നാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് കോപം വരുന്നത്. വേണ്ടെന്ന് വിചാരിച്ചാലും കോപം വരുന്നു. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് ആയിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വൈരാഗ്യം വരുന്നു. പിശാചിൻ്റെ അടിമത്തിലായിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരസ്പരം നീരസവും കയ്പും വിദ്വേഷവും വൈരാഗ്യവും പകയും എല്ലാം വരുന്നു. അത് കാരണം പിശാചിൻ്റെ അടിമത്തിലായിപ്പോയി. പിശാചിൻ്റെ സ്വഭാവം നോക്കുമെന്ന് പോയി. പിശാചിൻ്റെ സ്വരൂപവും പിശാചിൻ്റെ സാദൃശ്യവുമായിപ്പോയി. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ മോഹനമായ കൈപ്പണിയായ ഈ മനുഷ്യനെ ദൈവം സ്നേഹിച്ചതുകൊണ്ട്, നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, നാം വ്യക്തിപരമായി സ്നേഹിച്ചതുകൊണ്ട് നമ്മെ ഈ അപകടത്തിൽ നിന്ന്, പിശാചിൻ്റെ സ്വരൂപത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട്, നമ്മുടെ സത്യസ്വരൂപമായി ക്രിസ്തുവിൻ്റെ ആ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരൂപം പ്രാപിക്കാമെന്ന് ദൈവം തെളിയിച്ചു കാണിച്ചു.
ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജനിക്കുകയും വളരുകയും പ്രവർത്തിക്കുകയും ഉറങ്ങുകയും ഭക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നൊരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ലഭിക്കാനൊരു സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം മൂലം. യേശുക്രിസ്തു നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നമുക്ക് തിരികെ തരാനായിട്ടാണ് ദൈവം വന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ നാമോ ഇതെല്ലാം അറിഞ്ഞിട്ടും നാം ഇന്നും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും പ്രാപിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ സ്വഭാവം പ്രാപിച്ചിട്ടില്ല. പേരിനൊരു മാനസാന്തരം വന്നായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല, മാനസാന്തരം വന്നു കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാനസാന്തരം കിട്ടിയെങ്കിലും പിന്നെ അതിൽ തുടർന്ന് ജീവിക്കുന്നില്ല. അനേകം ശിശുമരണങ്ങൾ നടക്കുന്നു. ശിശുമരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ജന്മം അനുഭവിച്ചു ചിലർ. വീണ്ടും ജന്മം, കർത്താവായ യേശുവിൽ ജന്മം ലഭിച്ചു, വീണ്ടും ജന്മം അനുഭവിച്ചു, പാവത്തോട് യാത്ര പറഞ്ഞു, ഇനി പാവം ചെയ്യൽ തീരുമാനിച്ചു. വാസ്തവത്തിൽ കർത്താവിൻ്റെ പ്രകാശം നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ പിന്നെയും നാം പാവത്തിലേക്ക് പോയി, പിന്നെയും നാം ലോകത്തിലേക്ക് പോയി, പ്രകടമായ പാവങ്ങളിലേക്ക് പോയി എന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല. പലരും പ്രകടമായ പാവത്തിലേക്ക് പോകാത്തവരാണ്. എനിക്കറിയാവുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന അനേകം ആളുകളും പ്രകടമായ പാവങ്ങളിലേക്ക് പോകാത്തവരാണ്, വേണ്ടാതനങ്ങൾക്കൊന്നും പോകാത്തവരാണ്. പക്ഷേ എങ്കിലും നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് ചിന്തിക്കണേ നിങ്ങൾ, ലോകത്തിലേക്കാണ് നമ്മുടെ നോട്ടം, ലോകത്തിൻ്റെ ബഹുമതിയിലേക്കാണ് നമ്മുടെ നോട്ടം, ലോകത്തിൻ്റെ അംഗീകാരത്തിലേക്കാണ് നമ്മുടെ നോട്ടം. നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യരുടെ മുഖം നോക്കണം, മനുഷ്യരെ എന്നെ എങ്ങനെ കാണണം, എന്നെക്കുറിച്ച് ബഹുമാനം വേണം എന്നെല്ലാം നാം ചിന്തിച്ചു പോകുന്നത്. ലോകമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബന്ധനം. ഈ ലോകത്തിന് നാം മരിച്ചവരായിത്തീരണം. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളിലൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണല്ലോ തിരുവചനം പറയുന്നത്. പുതിയ മനുഷ്യൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പുതിയ മനുഷ്യനായി തീരണം. അല്ലെങ്കിൽ നാം കടന്നു ചെല്ലുമ്പോൾ ന്യായവിസ്താര സമയത്ത് നാം ലജ്ജിതരായി നിൽക്കേണ്ടി വരും. വായിക്കാം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. വരാനിരിക്കുന്ന കാര്യം അപ്പോസ്തലനായ യോഹന്നാൻ കാണുകയാണ്, മുൻകൂട്ടി കാണുകയാണ്. പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുമ്പോൾ ദിവ്യ ദർശനങ്ങളെ കിട്ടി. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് ദൈവം സ്വർഗ്ഗത്തിലേക്ക് കയറിയേറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് ആത്മാവിൽ ദർശനങ്ങളെ കൊടുത്തു, ആത്മാവിൽ അനേകം വെളിപ്പാടുകൾ കൊടുത്തു. അതാണ് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് അപ്പോസ്തലനായ യോഹന്നാന് അവിടെ വെളിപ്പാട് കിട്ടിയപ്പോൾ ആ വെളിപ്പാടാണ് പറയുന്നത്, ന്യായാസനങ്ങളെ ഞാൻ കണ്ടു എന്ന്. വരാനിരിക്കുന്ന കാര്യം മുൻകൂട്ടി കാണുകയാണ്. അവിടെ ആബാലവൃത്തം സകലമനുഷ്യനും കൂടിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കൂ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു, ദൈവം അതിലിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഈ ഭൂമിയില്ല, ഈ ആകാശമില്ല, ഒന്നും കാണാനില്ല. അവയെ പിന്നെ കണ്ടില്ല. ഇപ്പോഴത്തെ ആകാശത്തെയും ഭൂമിയെയും പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃത്തം, ബാലൻ മുതൽ വൃദ്ധൻ വരെ മരിച്ചവർ ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊണ്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ഗൊൽഗോഥാനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ഇത്രേ ചെയ്യുന്നത്. അപ്പോസ്തലൻ പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായിരുന്നു. പക്ഷേ പരിശുദ്ധനായ ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ഗൊൽഗോഥാനായി പോകാനൊരു ചാൻസ് ഉണ്ടല്ലോ. ഏത് സമയത്തും ഞാൻ വീണ് പോകാമല്ലോ. ഏത് സമയത്തും ഞാൻ രക്ഷയിൽ നിന്ന് കൃപയിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു പോകാമല്ലോ. അങ്ങനെ എനിക്ക് വരരുത്. ഞാൻ മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ഗൊൽഗോഥാനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്രേ ചെയ്യുന്നത്. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഞാൻ ഉപവാസത്തോടെ ജീവിക്കുന്നു. എന്തിന്? എൻ്റെ ആത്മാവിൽ എനിക്കെന്നും തിളങ്ങി നിൽക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ച് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നാം ഓരോരുത്തരും ചെന്ന് നിൽക്കേണ്ടി വരും. അന്നാണ് ന്യായവിധിക്ക് ശിക്ഷ വരുന്നത്. ആ ന്യായവിധി സ്ഥാനത്തിലാണ് ചിലർക്ക് കിരീടങ്ങൾ ലഭിക്കുന്നത്, അനുഗ്രഹകരമായ പ്രതിഫലങ്ങൾ ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വേണം.
നമ്മുടെ സഭാപിതാക്കന്മാർക്ക് ആ ധാരണ ഉണ്ടായിരുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ന്യായവിധി ഉണ്ടായെന്ന്. ദൈവത്തിന് സ്തോത്രം. വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, ന്യായാധിപതി അങ്ങേക്ക് അരിശം ചേർത്ത് കടത്താൽ എൻ തല താഴ്ത്തരുതേ വിധി ഗേഹേ. വിധിയുടെ ഗ്രഹത്തിൽ ഞാൻ വരുമ്പോൾ, ന്യായവിധിയുടെ വിസ്താരംഗത്ത് ഞാൻ വരുമ്പോൾ, അന്ന് ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടയാകരുതേ. ന്യായാധിപതി അങ്ങേക്ക് അരിശം ചേർത്ത് കടത്താൽ എൻ തല താഴ്ത്തരുതേ. എനിക്ക് അനേകം കടങ്ങൾ വന്നുപോയി, അനേകം പാപങ്ങൾ വന്നുപോയി. ഈ പാപങ്ങളും കടങ്ങളും എൻ്റെ മേൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കർത്താവേ, ഞാൻ ലജ്ജിച്ചു പോകുമല്ലോ. അതെനിക്ക് സംഭവിക്കരുതേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നിൻ്റെ തനു രുധിരങ്ങളാൽ എനിക്ക് മോചനം തരണമേ. തനു ശരീരം, നിൻ്റെ രുധിരം, നിൻ്റെ രക്തത്താൽ, നിൻ്റെ തനു രുധിരങ്ങളാൽ എനിക്ക് മോചനം തരണമേ. അത് പാടാം. ന്യായാധിപനേ അങ്ങേക്കരിശം മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഇരമൊടു കരുണാമയേശു മമ നൽകുക മുക്തി. യേശുവേ, എനിക്ക് മോചനം തരണമേ, എനിക്ക് മുക്തി തരണമേ. എൻ്റെ പാവങ്ങളിൽ നിന്നും, എൻ്റെ കടങ്ങളിൽ നിന്നും, എൻ്റെ അകൃത്യങ്ങളിൽ നിന്നും, എൻ്റെ അതിക്രമങ്ങളിൽ നിന്നും, എൻ്റെ ലംഘനങ്ങളിൽ നിന്നും എല്ലാം എനിക്ക് മോചനം തരണമേ. ന്യായാധിപതിയുടെ കർത്താവേ, തിരുമുമ്പാകെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടയാകരുത്. ആ ദിവസം ഞാൻ ലജ്ജിതനായി ഞാൻ നിത്യ അഗ്നിയിലേക്ക്, നിത്യ നരകത്തിലേക്ക്, നരക തീപ്പൊയ്യിലേക്ക് പോകാൻ എനിക്ക് ഇടവരരുതേ. എൻ്റെ കർത്താവേ, മോചനത്തിന് എനിക്ക് അർഹതയൊന്നുമില്ല. എനിക്ക് പാപമോചനം തരണമേ എന്ന് ചോദിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ആകെ എൻ്റെ യോഗ്യത എനിക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചു എന്നുള്ളത് മാത്രമാണ്. നീ കുരിശിൽ മരിച്ചപ്പോൾ നിൻ്റെ തനു രുധിരങ്ങൾ, നിൻ്റെ ശരീരവും രക്തവും അവിടെ അർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് എൻ്റെ കർത്താവേ, എനിക്ക് മോചനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രൂസിലെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ക്രൂസിലെ മരണത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ക്രൂസിലെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ വരികയാണ്. മോചനയോഗ്യത എനിക്കില്ല. കർത്താവേ, എന്നിൽ നിൻ്റെ തിരുശരീരരക്തങ്ങൾ ഇരിക്കുന്നത് കൊണ്ട്, തിരുശരീരരക്തങ്ങൾ എന്നിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ മോചനത്തിനായി വന്ന് നിന്നോട് കൃപയ്ക്കായി യാചിക്കുന്നു. കർത്താവേ, നീ എന്നെ തള്ളിക്കളയല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പാടാം. ന്യായാധിപനേ അങ്ങേക്കരിശം മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. കൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ ഇരമൊടു കരുണാമയേശു മമ നൽകുക മുക്തി. ന്യായവിസ്താര ദിവസമുണ്ട്. അന്ന് ദൈവത്തെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുകയും ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവർ, രക്ഷിക്കപ്പെട്ടവരായി കടന്നുപോയവർ, ആത്മാവിൽ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, അവർ പ്രതിഫലങ്ങൾ പ്രാപിക്കും. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയുകയോ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുകയോ ചെയ്യാതെ വചനം കേട്ടിട്ടും മറുതലിച്ചു പോയവരെല്ലാവരും, അങ്ങനെയുള്ളവരായ എല്ലാവരും അവർ നിത്യശിക്ഷ അനുഭവിക്കും. പോകുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ സന്ധ്യാനമസ്കാരം ചൊല്ലിയത്. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതി നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. നീക്കി തുണ ചെയ്യുക നാഥ രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. അങ്ങനെ ദിവസം വരുമ്പോൾ, നിത്യ ന്യായവിസ്താരത്തെ ദിവസം വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ സ്ഥിതിയിലാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ അന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു പോകുമല്ലോ. ഇന്നത്തെ അവസ്ഥയിലാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതെങ്കിൽ, കർത്താവേ, നിൻ്റെ സ്വരൂപവും സാദൃശ്യവും പ്രാപിക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നെങ്കിൽ, കർത്താവേ, ഞാൻ നിത്യ അഗ്നിയിലേക്ക് പോകേണ്ടി വരുമല്ലോ. കർത്താവേ, ആ നിത്യമായ നരകത്തീപ്പൊയിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് ഇന്ന് ഈ ഭൂമി എനിക്ക് ലഭിക്കുന്ന ഈ ആയുഷ്കാലം, എനിക്ക് കർത്താവായ യേശുക്രിസ്തു തന്നിരിക്കുന്നതായ ഈ സമയം, ഈ ആയുഷ്കാലം എനിക്ക് പ്രയോജനപ്രദമായി ഉപയോഗിക്കണമല്ലോ കർത്താവേ. അതിനായി നാഥ, ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവേ, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഞാൻ സമർപ്പിക്കുകയാണ്. നാഥ, ഞാൻ പിശാചിനോട് യാത്ര പറയുന്നു. എന്നെ ഇതുവരെയും ഞെരിക്കൊണ്ടിരുന്ന ദുഷ്ടപിശാചിനോട് ഞാൻ യാത്ര പറയുന്നു.
ഇതുവരെയും പാപത്തിലേക്ക് എന്നെ വലിച്ചഴിച്ചുകൊണ്ടിരുന്ന പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു. ഇതുവരെയും എനിക്ക് ജീവനുള്ള ക്രിസ്തുവിനെ അറിയാതിരിക്കാൻ തൊക്കെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തിയ പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ അന്ധനായിപ്പോയി കർത്താവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനായ മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയാം, കർത്താവേ എന്നെ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ജീവൻ്റെ തിരുമൊഴികൾ കേൾപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നാഥ, നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. കർത്താവേ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, അണ്ടകടാഹത്ത് മനഞ്ഞവനായ ദൈവം, പാവപ്പെട്ട ഞങ്ങളുടെ അരിയിലേക്ക് വന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, യേശുവിൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളെയും എല്ലാം നിർമ്മിച്ച അതിന് സ്ഥാനത്താക്കിയ ദൈവം ഞങ്ങളുടെ അരികത്ത് നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നാഥാ, ഞങ്ങൾ പുറകോട്ട് മാറുകയില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഞങ്ങളെ പിടിച്ചുകൊള്ളണമേ, ഞങ്ങളെ നടത്തിക്കൊള്ളണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തോട് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.